ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗം. കഴിഞ്ഞ ദിവസം ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം വായിച്ചതെങ്കിൽ, ഇന്നിപ്പോൾ ലൂക്കാ സുവിശേഷകൻ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഈ ജനന വിവരണം നമുക്ക് നൽകുകയാണ്. യേശുക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവാചകന്മാർ വഴി അരുളി ചെയ്യപ്പെട്ടത് ഇവിടെ അന്വർത്ഥമാകാൻ വേണ്ടിയിട്ടാണ് ബെത്ലഹേമിലേക്കുള്ള ഒരു യാത്ര നാം കാണുക. ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു കനേഷുമാരി കണക്കെടുപ്പ് അഗസ്ത്യസ് സീസറിൻ്റെ കാലത്ത് ലോകമെമ്പാടുമുള്ള യഹൂദർ അവരുടെ കണക്കുകൾ താങ്കളുടെ ജന്മദേശത്ത് തന്നെ എത്തി അറിയിക്കണമെന്നുള്ള കൽപ്പന പുറത്തു വരികയാണ്. ജോസഫ് ദാവീദിൻ്റെ വംശത്തിലും ഗോത്രത്തിലുമൊക്കെ പിറന്നവനായതുകൊണ്ട് പേരെഴുതിക്കാനായിട്ട് തൻ്റെ മാതൃനഗരമായ ബെത്ലഹേമിലേക്ക് എത്തുകയാണ്. ഈ ബെത്ലഹേമിലേക്കുള്ള യാത്രയും അതിൻ്റെ അരിഷ്ടതകളുമൊക്കെ ഏറെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ലൂക്കാ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. നസ്രത്തിൽ നിന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് ബെത്ലഹേമിലേക്ക്, അന്നും ഇന്നും ഒരുപക്ഷെ അത് 2 രാജ്യങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. ഇസ്രായേലിൻ്റെ ഭാഗമായ നസ്രത്തിൽ നിന്ന് ഗലീലയിലെ ഗ്രാമമായ ബെത്ലഹേമിലേക്കുള്ള യാത്ര. ഇന്ന് ഇസ്രായേലിൻ്റെയും പാലസ്തീനയുടെയും മേഖലയിൽ ബെത്ലഹേം പാലസ്തീനിലാണ്, ജെറുസലേം ഇസ്രായേലിലുമാണ്, നസ്രത്തും. ഈ നസ്രത്തിൽ നിന്നുള്ള യാത്ര നമ്മൾ കാണുകയാണ്. യാത്രയുടെ ദൈന്യത നാം കണ്ടെത്തുന്നുണ്ട്. 10 മാസം നിറഗർഭിണിയായ പരിശുദ്ധ മറിയം ഒരു കഴുതപ്പുറത്താണ് യാത്ര ചെയ്യുക. മണിക്കൂറുകൾ നീണ്ട യാത്ര, ഒട്ടും സുഖകരമല്ലാത്ത കഴുതപ്പുറത്ത് നടത്തേണ്ട ഗതികേടിൽ പരിശുദ്ധ മറിയം യാത്രയുടെ ഒരു നിമിഷം പോലും തൻ്റെ ആകുലതകളെക്കുറിച്ച്, വ്യാധികളെക്കുറിച്ച്, വേദനയെക്കുറിച്ച് പരിതപിക്കുന്നില്ല മറിയം. ദീർഘയാത്രയിൽ കഴുതയുടെ ജീനി പിടിച്ചുകൊണ്ട് മരം കോച്ചുന്ന തണുപ്പത്ത് ജോസഫ് മുന്നേ വലിച്ചുകൊണ്ട് നടക്കുന്ന ചിത്രം നമ്മുടെ ഭാവനയിൽ വരികട്ടെ. ബെത്ലഹേമിലെത്തിയപ്പോൾ പുലർച്ചെ ആകാറായി. ഗർഭിണിയായിരുന്നുവെങ്കിലും യാത്രയുടെ ദുരിതം മറിയത്തിൻ്റെ പ്രസവ വേദന വർദ്ധിപ്പിക്കുകയാണ്. അവൾ കുഞ്ഞിനെ പ്രസവിക്കാൻ ആഗ്രഹിച്ച് തൻ്റെ ഗർഭാരിഷ്ടതകളെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഓടി നടക്കുന്ന ഈ മനുഷ്യനെ നമ്മൾ ഭാവനയിൽ കാണുക. സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല എന്ന ഒറ്റ വാക്കിൽ ലൂക്കാ സുവിശേഷകൻ ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ ഈ മനുഷ്യൻ ജോസഫ് അവിടെയുള്ള വെട്ടം കണ്ട വീടുകളിലൊക്കെ കയറി ഇറങ്ങി ചോദിച്ചിട്ടുണ്ടാകില്ലേ? ഹോട്ടലുകളിലും ലോഡ്ജുകളിലും മുറികളിലുമൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാകില്ലേ? എങ്ങും സ്ഥലം കിട്ടാതെ ഗതികേടുകാരൻ മനുഷ്യൻ മലമുകളിൽ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തോളം കയറിപ്പോകുന്നു. ദുരിത വഴിയിലൂടെ വീണ്ടും കടന്നു ചെന്ന് കന്നുകാലിക്കൂട്ടിൽ ലോകത്തിൻ്റെ രക്ഷകന് ജനനമൊരുക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ഒരു ജന്മം. പരാതി കൂടാതെ, പദം പെറുക്കി കരയാതെ, കാലിത്തൊഴുത്തിലെ കന്നുകാലിക്കൂട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് ജന്മം കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു അമ്മ. ജാടകളില്ലാതെ, പദം പറത്തി കരച്ചിലുകളില്ലാതെ ഈ പുണ്യജനനത്തെ വരവേറ്റവരാണ്
യേശുപിതാവ് മാതാവ്. ക്രിസ്തുവിൻ്റെ അപ്പനും അമ്മയും എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കാനും വീമ്പിളക്കാനും ഒരുപാടുണ്ടായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് അവൻ്റെ ജനനം, ലോകത്തിലെ ഏറ്റവും ചെറിയവൻ കാലിത്തൊഴുത്തിലേക്ക് കടന്നു വന്ന ആട്ടിടയൻ പോലും അയ്യേ എന്ന് മുഖത്ത് വിരൽ വെക്കുവാൻ തക്കവിധം ഏറ്റവും ചെറിയ ജന്മം, ചാണകം നാറുന്ന, മൂത്രം നാറുന്ന കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിൽ. ഈ ജനനം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ യാഥാർത്ഥ്യം ചെറിയവരാകാനാണ്, വലിപ്പങ്ങളെ മാറ്റിവെക്കാനാണ്, ലാളിത്യം സ്വീകരിക്കാനാണ്, എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരാനാണ്. ആ ചിന്ത ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ക്രിസ്മസിനെ അനുഗ്രഹീതമാക്കാൻ, അനുഭവമാക്കാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.